ഹായ് എവരി വൺ, വെൽക്കം ടു ഇംഗ്ലീഷ് വിത്ത് ജോ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ ഡേ ടു ഡേ ലൈഫിൽ കോമണായും ഉപയോഗിക്കുന്ന 20 എവരിഡേ എക്സ്പ്രഷൻസ് ഇൻ ഇംഗ്ലീഷ്, അതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. വീഡിയോയിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നതിന് മുൻപ് ഇംഗ്ലീഷ് വിത്ത് ജോ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനായി മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. Number 1 in your list is hasn't Meera arrived yet? മീര ഇതുവരെ എത്തിയിട്ടില്ലേ? അതായത് ഓഫീസിൽ കറക്റ്റ് ടൈമിൽ റെഗുലറായിട്ട് വരുന്ന ആൾ ആ സമയത്ത് സീറ്റിൽ കണ്ടില്ല എന്നുണ്ടെങ്കിൽ ചോദിക്കാറുണ്ടല്ലേ, ഇതുവരെ എത്തിയില്ലേ എന്ന് ചോദിക്കാറുണ്ട് അല്ലേ? ഇങ്ങനെ ചോദിക്കാം, hasn't Meera arrived yet? മീര ഇതുവരെ എത്തിയില്ലേ? hasn't Meera arrived yet? അവൾ ചിലപ്പോൾ ട്രാഫിക്കിൽ കുടുങ്ങിയിട്ടുണ്ടാകാം. She might have been stuck in traffic. Number 2 in our list is she might have been stuck in traffic. അവൾ ട്രാഫിക്കിൽ കുടുങ്ങിയിട്ടുണ്ടാവാം. Number 3 in our list is have either of you taken my shoes? നിങ്ങളിൽ ആരെങ്കിലും എൻ്റെ ഷൂസ് എടുത്തോ? Have either of you taken my shoes? നിങ്ങളിൽ ആരെങ്കിലും എൻ്റെ ഷൂസ് എടുത്തോ? ഈ സെൻറ്റൻസിലൊരു സിറ്റുവേഷൻ ഇങ്ങനെ സങ്കല്പിക്കാം. ഷൂ നോക്കിയിട്ട് കാണാതാവുമ്പോൾ ഏട്ടൻ അനിയന്മാരോട് ചോദിക്കുകയാണ്, നിങ്ങളിൽ ആരെങ്കിലും എൻ്റെ ഷൂസ് എടുത്തോ? ഹാവ് either of you taken my shoes? ആ ഷൂ കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യാനാ? വാട്ട് വുഡ് വി ഡു വിത്ത് ദാറ്റ്? നമ്പർ 4 ഇൻ അവർ ലിസ്റ്റ് വാട്ട് വുഡ് വി ഡു വിത്ത് ദാറ്റ്? ആ ഷൂ എടുത്തിട്ട് ഞങ്ങൾ എന്ത് ചെയ്യാനാ? എന്നാൽ വാട്ട് വുഡ് ഐ ഡു വിത്ത് ദാറ്റ്? ഇതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാ എന്നാണ് ചോദിക്കുന്നതെങ്കിൽ വാട്ട് വുഡ് ഐ ഡു വിത്ത് ദാറ്റ് എന്ന് ചോദിക്കാം. ഞാൻ നിന്നേക്കാളും ചെറുതാണ്. ഐ ആം ടൈനിയർ ദാൻ യു. നമ്പർ 5 ഇൻ യുവർ ലിസ്റ്റ് ഇസ് ഐ ആം ടൈനിയർ ദാൻ യു. നിന്റെ ഷൂസ് എനിക്ക് എങ്ങനെ ഫിറ്റ് ആകും? ഹൗ വുഡ് യുവർ ഷൂസ് ഫിറ്റ് മീ? ഹൗ വുഡ് യുവർ ഷൂസ് ഫിറ്റ് മീ? നിന്റെ ഷൂസ് എനിക്ക് എങ്ങനെ ഫിറ്റ് ആകും? നമ്പർ 6 ഇൻ യുവർ ലിസ്റ്റ് ഇസ് how would your shoes fit me? How would your shoes fit me? Number 7 in our list is will you go to the supermarket and buy me a bottle of sauce? ബ്രദറിനോട് ചോദിക്കുകയാണ്, നീ സൂപ്പർ മാർക്കറ്റിൽ പോകാമോ? പോയിട്ട് എനിക്കൊരു ബോട്ടിൽ സോസ് വാങ്ങിയിട്ട് വരൂ എന്ന്. ഇങ്ങനെ ചോദിക്കാം, will you go to the supermarket and buy me a bottle of sauce? Will you go to the supermarket and buy me a bottle of sauce? അപ്പോൾ ബ്രദർ ചോദിക്കുകയാണ്, എന്തുകൊണ്ട് നീ പോകാത്തത്? വൈ കാൺ യു ഗോ? വൈ കാൺ യു ഗോ? നമ്പർ 8 ഇൻ യുവർ ലിസ്റ്റ് ഇസ് വൈ കാൺ യു ഗോ? ഞാൻ എന്തിനു പോകണം? വൈ ഷുഡ് ഐ? നമ്പർ 9 ഇൻ യുവർ ലിസ്റ്റ് ഇസ് വൈ ഷുഡ് ഐ? ഞാൻ എന്തിനത് ചെയ്യണം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വൈ ഷുഡ് ഐ? നമ്പർ 10 ഇൻ യുവർ ലിസ്റ്റ് ഇസ് വാട്ട് ഡു യു ലൈക്ക് ടു ഡു ഇൻ യുവർ ഫ്രീ ടൈം? വാട്ട് ഡു യു ലൈക്ക് ടു ഡു ഇൻ യുവർ ഫ്രീ ടൈം? നിങ്ങളുടെ ഫ്രീ ടൈമിൽ നിങ്ങൾ എന്താണ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത്? വാട്ട് ഡു യു ലൈക്ക് ടു ഡു ഇൻ യുവർ ഫ്രീ ടൈം? നമ്പർ 11 ഇൻ യുവർ ലിസ്റ്റ് ഇസ് ഐ ആം ലീവിങ് നൗ ആൻഡ് വിൽ സീ യു ടുമോറോ. ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ മിക്കപ്പോഴും പറയുന്ന ഒരു സെൻറ്റൻസ് ആണിത്. ഞാനിപ്പോൾ പോകുന്നു, നാളെ കാണാം. ഐ ആം ലീവിങ് നൗ ആൻഡ് വിൽ സീ യു ടുമോറോ. നമ്പർ 12 ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് വിൽ വർക്ക്. ഇത് വർക്കാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത് പ്ലാനോ ഐഡിയയോ പറയുകയാണെങ്കിൽ നമ്മൾ പറയാറുണ്ട് ചിലപ്പോൾ, ഇത് വർക്കാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഉദ്ദേശിച്ച രീതിയിൽ നന്നായി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ പറയാം, ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് വിൽ വർക്ക്. ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് വിൽ വർക്ക്. നമ്പർ 13 ഇൻ അവർ ലിസ്റ്റ് ഇസ് വൈ ആർ യു ഓൾവേസ് ഈവ്സ് ഡ്രോപ്പിംഗ് ഓൺ മീ? നീ എന്തിനാ ഞാൻ പറയുന്നത് എപ്പോഴും ഒളിഞ്ഞു കേൾക്കുന്നത്? വൈ ആർ യു ഓൾവേസ് ഈവ്സ് ഡ്രോപ്പിംഗ് ഓൺ മീ? വൈ ആർ യു ഓൾവേസ് ഈവ്സ് ഡ്രോപ്പിംഗ് ഓൺ മീ? നമ്പർ 14 ഐ ആം നോട്ട് ദർ എറ്റ്. ഞാൻ ഇതുവരെ അവിടെ എത്തിയിട്ടില്ല. ഇപ്പോൾ നമ്മുടെ ഒരു സുഹൃത്തിനോട് പറയുകയാണ്, ഒരു സ്ഥലത്ത് കാത്തു നിൽക്കൂ, ഞാൻ അവിടെ ഉടനെ എത്താം. അപ്പോൾ ആ സുഹൃത്ത് അവിടെ എത്തിയ ശേഷം ചോദിക്കുകയാണ്, വേർ ആർ യു? നീ എവിടെയാണ്? അവിടെ എത്തിയിട്ടില്ല എന്നാണെങ്കിൽ ഇങ്ങനെ പറയാം, ഐ ആം നോട്ട് ദർ എറ്റ്. എന്നാൽ ഇപ്പോൾ പറഞ്ഞ ഡെസ്റ്റിനേഷൻ എത്താറായി എന്നാണ് പറയുന്നതെങ്കിൽ ഐ ആം ക്ലോസ്. നമ്പർ 15 ഐ ആം ക്ലോസ്. ഞാനിപ്പോൾ അടുത്ത് എത്താറായി. എന്നാൽ ഞാൻ പറഞ്ഞ ഡെസ്റ്റിനേഷനിൽ ആണ് എന്നാണ് പറയുന്നതെങ്കിൽ ഐ ആം അറ്റ് ദ ഡെസ്റ്റിനേഷൻ. നമ്പർ 16 ഐ ആം
at the destination. Number 17. I am here. ഞാൻ ഇവിടെയുണ്ട്. I am here. Number 18 in our list is we will buy it some other time. It's too pricey. ഈ സെൻറ്റൻസിലെ സിറ്റുവേഷൻ വലിയ ഷോപ്പിംഗ് മോളിലെല്ലാം പോകുമ്പോൾ കുട്ടികൾ ചിലപ്പോൾ വാശി പിടിക്കാറുണ്ട് അല്ലേ, വില കൂടിയ ടോയ്സ് എല്ലാം വേണം എന്ന് പറഞ്ഞ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ പറയാം, വി വിൽ ബൈ ഇറ്റ് സം അതർ ടൈം. ഇറ്റ്സ് ടു പ്രൈസി. നമുക്ക് പിന്നെ ഒരിക്കൽ വാങ്ങാം, ഇത് നല്ല വിലയുള്ളതാണ്. വി വിൽ ബൈ ഇറ്റ് സം അതർ ടൈം. ഇറ്റ്സ് ടു പ്രൈസി. ഇത് കേൾക്കുമ്പോൾ കുട്ടി പറയാറുണ്ട്, അമ്മ എപ്പോഴും ഇത് തന്നെയല്ലേ പറയുന്നത്, പിന്നെ വാങ്ങാം എന്ന്. You always say we will buy some other time. Number 19. You always say we will buy some other time. Number 20 in our list is I dropped it somewhere. നമ്മൾ പറയാറില്ലേ, ഞാൻ എവിടെയോ കളഞ്ഞു, ഞാൻ അത് എവിടെയോ മിസ് ചെയ്തു എന്നൊക്കെ. ഇങ്ങനെ പറയാം, I dropped it somewhere. I dropped it somewhere. That's it with the lesson today. ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ആൻഡ് പ്ലീസ് ഡു സബ്സ്ക്രൈബ് ഇംഗ്ലീഷ് വിത്ത് ജോ യൂട്യൂബ് ചാനൽ. താങ്ക് യു.